കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. ആദ്യം അയച്ച സമൻസ് ഇഡി നേരത്തെ പിൻവലിച്ചിരുന്നു. എസ് രാഗിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ഉള്ളത്. രാഗിൻ, എന്താണ് നോട്ടീസിലുള്ളത്? ആര്യ, കിഫ്ബി മസാല ബോണ്ട് കേസിൽ അന്വേഷണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോവുകയാണ്. മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നു. ജനുവരി 12-ന് കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായിരുന്നു. ആദ്യം തോമസ് ഐസക്കിന് നോട്ടീസ് അയക്കുന്നു. പക്ഷേ ആ നോട്ടീസിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് തോമസ് ഐസക്ക് കോടതിയിൽ എത്തുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ ഈ നോട്ടീസ് അയച്ചതിൽ ചില പോരായ്മകൾ, ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് അന്ന് തോമസ് ഐസക് ഉന്നയിച്ചിരുന്നു. അത് കോടതിയും ഏറെക്കുറെ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യം അയച്ച നോട്ടീസ് പിൻവലിക്കുകയാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട കേസിൽ പക്ഷേ ഈ അന്വേഷണം വിലക്കിയിരുന്നില്ല. ഈ കിഫ്ബി മസാല ബോണ്ട് കേസിൽ അന്വേഷണം വിലക്കിയിരുന്നില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അത് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് അയക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ നിയമോപദേശവും മറ്റു കാര്യങ്ങളും ഒക്കെ തേടിയ ശേഷമാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഈ കേസിൽ തുടർന്നും ഉണ്ടാകും എന്നതാണ് വ്യക്തമാകുന്നത്. നേരത്തെ ഈ കിഫ്ബി മസാല ബോണ്ട് ഇറക്കാൻ അനുമതി നൽകിയിരുന്നു. പക്ഷേ അതിൽ ഫെമ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഇഡി ആണ് എന്നതായിരുന്നു RBIയുടെ നിലപാട്. നേരത്തെ ഈ ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ ഈ നോട്ടീസ് പിൻവലിക്കുകയും ചെയ്തതോടുകൂടി തോമസ് ഐസക്ക് ഇഡിക്കെതിരെ പരിഹാസവുമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. വലിയ രാഷ്ട്രീയ വിവാദവും അതുമായി ബന്ധപ്പെട്ട് ഒക്കെ മുൻപ് ഉണ്ടായിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ കിഫ്ബി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് ഇപ്പോൾ വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതായത് വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് വേണ്ടി വിദേശത്ത് ഇന്ത്യൻ രൂപയിൽ കടപ്പത്രം ഇറക്കുകയാണ് ഉണ്ടായത്. അതിൽ ഈ ഫണ്ട് വിനിയോഗം, അതോടൊപ്പം തന്നെ കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയത് ഫെമ നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും ഇഡിയുടെ പരിശോധന നടക്കുക. നേരത്തെ ഹൈക്കോടതിയുടെ ഉത്തരവ് തങ്ങൾക്കെതിരല്ല എന്ന് ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിലയിരുത്തിയത്. അന്വേഷണവും തടഞ്ഞിട്ടില്ല എന്നും ഇഡി വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നോട്ടീസ് സെർവ് ചെയ്തിട്ടുള്ളത്. കിഫ്ബിക്കും ഉടൻ നോട്ടീസ് അയക്കും എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത്. ശരി.